പെൺപിള്ളാരെ കെട്ടിക്കുമ്പം വാപ്പമാര് വീട് വയ്ക്കേണ്ടി വരും. അത്രയും നിങ്ങളോട് ആര് പറഞ്ഞു? അല്ലാഹു റസൂലും പറഞ്ഞു. അല്ലാഹു റസൂലും പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് വിൽക്കേണ്ടി വരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് പലിശക്ക് എടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അല്ലാഹു റസൂലും പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ട്. കല്യാണത്തിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടമാടുന്നു മാമൂലെന്ന മാറാപ്പ്. മുസ്ലിം മങ്കകൾ പാലും തേനും നൽകി വളർത്തുകയാണ്. പുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്, പുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്. പെണ്ണ് കാണൽ മുതൽ തുടങ്ങും ആണിൻ്റെ ഉള്ളിൽ ബേജാറ്. പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ വേണം ഒത്തിരി മാമൂല്. എന്തെല്ലാം കോപ്രായങ്ങള്! ഇതിനൊക്കെ എത്ര രൂപ ചെലവാണ്? അതുകൊണ്ട് ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ആളുകളുടെ കൽബിൽ ഇത്ര ആദി വരുന്നത്? എന്തുകൊണ്ടാ? എനിക്കൊരു മോള് ജനിച്ച് പലരും അൽഹംദുലില്ലാഹ് 2 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ 3 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആദിയാണ്. എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും? ലക്ഷദ്വീപിലും സൗദി അറേബ്യയിലും ഒക്കെ പെൺകുട്ടികളുള്ളവർക്ക് എന്ത് സന്തോഷമാണ്. നമ്മക്ക കൽബിൽ മുഴുവൻ ബേജാറായി എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ്. അള്ളാഹു തന്ന മക്കളിൽ ഏറ്റവും സന്തോഷമുള്ള മക്കൾ പെൺകുട്ടികളാണ്. 30-40 വർഷം കഴിഞ്ഞ് ഉമ്മ മരണപ്പെട്ട് ഉമ്മാടെ കബർ തുറന്നാൽ അസ്ഥികൂണം പോലും ഇല്ല. അത്രയും കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മാനെയും വാപ്പാനെയും ഓർത്ത് ദുആ ചെയ്യുകയും ഉമ്മാനെ നിറകണ്ണുകളോടുകൂടി ഓർക്കുകയും ചെയ്ത മക്കൾ പെൺമക്കളാണ്. അള്ളാഹു നമ്മുടെ പെൺമക്കളെ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളെ ഞാൻ ചെറുതാക്കി പറയല്ല. ആ മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം റിയാലിറ്റി. ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും ഭാര്യയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരുടെ ലോകം ഭാര്യയും മക്കളൊക്കെയാണ്. എല്ലാവരും കാര്യമല്ല പറഞ്ഞത്, എല്ലാവരും കാര്യം മൊത്തവൽക്കരിച്ച് പറയല്ല. ചിലരെങ്കിലും ഒക്കെ ജീവന് തുല്യമാണ് ഉമ്മയും വാപ്പയും ചില ആ മക്കൾ. പക്ഷെ പെൺകുട്ടികളല്ല, പെൺകുട്ടികൾ അങ്ങനെയല്ല. 99% വരുന്ന പെൺകുട്ടികള് കെട്ടിച്ചു വിട്ടാലും ഉമ്മയും വാപ്പയും എന്തിനേറെ അവരെ കയ്യിലേക്ക് എന്തെങ്കിലും മൂല്യമുള്ളൊരു സാധനം കിട്ടിയാൽ ഓടിക്കൊണ്ടുപോയി വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നവരാ. മരണപ്പെട്ട് കാലം കഴിഞ്ഞിട്ടും അവരെ ഓർത്ത് ദുആ ചെയ്യുകയും ചെയ്യുന്ന മറക്കാത്ത മക്കള് പെൺകുട്ടികളാ.